അപ്പോൾ സൂപ്പർ പാലാണ്. പെരുമ്പളം പാലം ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ശരത്തുണ്ട് നമുക്കപ്പം. ശരത്തെ, വെരി ഗുഡ് മോർണിംഗ് ശരത്ത്. ആ പാലത്തിലൂടെ യാത്ര ചെയ്തെന്ന് തോന്നുന്നു. അതിൻ്റെ ഒരു സന്തോഷമൊക്കെ കാണാനുണ്ട്. സൂപ്പറാണ് അല്ലേ? അവിടെ നിന്നുള്ള എനിക്ക് ഈ സമയത്തല്ല, വൈകുന്നേരത്തെയും രാവിലത്തെയും കാഴ്ച സൂപ്പറായിരിക്കും അല്ലേ ശരത്? വെരി ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. അത് ആലപ്പുഴയുടെ പാലപ്പെരുമ പറഞ്ഞറിയിക്കേണ്ട ഒന്നല്ല. കാരണം അത്രത്തോളം പാലങ്ങളും മനോഹരമായ പാലങ്ങളോട് ജില്ലയാണ് ആലപ്പുഴ. പക്ഷേ ആലപ്പുഴയുടെ പാലപ്പെരുമയിൽ ഒരു പൊൻതൂവലാകാൻ ഒരുങ്ങുകയാണ് ഇത്തരത്തിൽ പെരുമ്പളം പാലം. കേരളത്തിലെ രണ്ട് കരകളെ ബന്ധിപ്പിക്കുന്ന ഏറ്റവും വലിയ പാലം എന്ന നേട്ടത്തിനാണ് ഇത്തരത്തിൽ ഉദ്ഘാടനം കഴിയുമ്പോൾ പെരുമ്പളം പാലം മാറുക. 1157 മീറ്ററാണ് പാലത്തിന്റെ നീളം. 11 മീറ്റർ വീതി പാലത്തിനുണ്ട്. ഈ കാണുന്ന ആർച്ചാണ് ഈ പാലത്തിന്റെ ഏറ്റവും മനോഹാരിത എന്ന് പറയുന്നത്. ബോസ്ട്രിംഗ് ആർച്ച് എന്നാണ് ഇതിന് പറയുക. ഈ ബോസ്ട്രിംഗ് ആർച്ചാണ് പാലത്തിന്റെ ഏറ്റവും മനോഹരമായ ഒന്ന്. കാരണം ഇതിന് മഴവിൽ നിറത്തിലാണ് ഇതിന് പെയിന്റ് അടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു നിറം തന്നെ ഇതിന് പാലത്തിന്റെ ഭംഗി കൂട്ടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഈ പാലത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ പാലം ചെന്നെത്തുന്നത് പെരുമ്പളം എന്നൊരു ദ്വീപിലാണ്. മനോഹരമായ ഒരു ദ്വീപും ഒരു നാടും കൂടിയാണ് പെരുമ്പളം എന്നുള്ളത്. നിരവധി കാടുകളും കുളങ്ങളും ചെറിയ ഇടവഴികളും ഒക്കെ തന്നെ. ഇപ്പോൾ നമുക്കറിയാം ഇടവഴികളൊന്നും തന്നെ നാട്ടിലില്ല. ആ രീതിയിൽ മനോഹരമായൊരു തനി നാടൻ പ്രദേശമാണ് പെരുമ്പളം ദ്വീപ്. ഈ പാലം ചെന്നെത്തുക ആ ദ്വീപിലേക്കാണ് എന്നുള്ളതാണ്. ദ്വീപ് നിവാസികളെ സംബന്ധിച്ചിടത്തോളം പതിറ്റാണ്ടുകളായി അല്ലെങ്കിൽ ദീർഘനാളത്തെ ആവശ്യമായിരുന്നു ഇത്തരം ഒരു പാലം എന്നുള്ളത്. നേരത്തെ അവർ ഈ ബോട്ടിലും മറ്റേ ജെട്ടിയിലും ഒക്കെ തന്നെയായിട്ടായിരുന്നു ഇത്തരത്തിൽ ജങ്കാറിലും ഒക്കെ തന്നെയായിട്ടായിരുന്നു ഇത്തരത്തിൽ യാത്ര നടത്തിയിരുന്നത്. പക്ഷെ എന്തായാലും ഇപ്പോൾ ഈ പാലം വരുന്നതോടുകൂടി തന്നെ അവർക്കും വലിയ ആശ്വാസമാണ്. പ്രത്യേകിച്ച് റേഷൻ ഉൾപ്പെടെ അത്യാവശ്യ സാധനങ്ങളൊക്കെ തന്നെ ഈ പാലം വഴി അവരിലേക്ക് എത്തും. മാത്രമല്ല ആശുപത്രികളിലേക്കും മറ്റും എളുപ്പം പോകാൻ കഴിയുമെന്നുള്ളതാണ്. നേരത്തെ ദ്വീപ് നിവാസികളൊക്കെ തന്നെ സംസാരിക്കുന്ന സമയത്ത് അവർ പറയുന്ന ഒരു പ്രധാന പ്രശ്നം ഈ പാലമില്ലാത്തതുകൊണ്ട് തന്നെ പലപ്പോഴും ബോട്ടിലൂടെയൊക്കെ ആയിരുന്നു ആശുപത്രികളിലേക്ക് പോകാതെ. അതുകൊണ്ട് തന്നെ ബോട്ടിൽ ഉൾപ്പെടെ പ്രസവം നടന്ന സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട്. ആ രീതിയിൽ പാലം വേണമെന്നുള്ളത് ദീർഘനാളത്തെ ആവശ്യമായിരുന്നു. എന്തായാലും ആ രീതിയിൽ മനോഹരമായ ഒരു പാലം ഇപ്പോൾ പെരുമ്പളത്തുകാർക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുന്നു. ഈ പാലത്തിന്റെ പ്രത്യേകത ഈ കാണുന്ന മനോഹാരിത, അതിനൊപ്പം കേരളത്തിലെ രണ്ട് കരകളെ ബന്ധിപ്പിക്കുന്ന ഏറ്റവും നീളം കൂടിയ പാലം. അരുൺകുമാർ നേരത്തെ പറഞ്ഞതുപോലെ രാവിലെയും വൈകുന്നേരവുമാണ് ഇതിന്റെ ഏറ്റവും മനോഹരമായ കാഴ്ച നമുക്ക് അനുഭവപ്പെടുക. പ്രത്യേകിച്ച് വിനോദസഞ്ചാരത്തിന് വലിയൊരു വഴി കൂടിയാണ് ഈ പാലം തുറന്നു വെക്കുന്നത്. കാരണം ഈ പാലത്തിലൂടെയുള്ള യാത്ര തന്നെ വിനോദസഞ്ചാരത്തിന് ഒരു ആ രീതിയിൽ സഞ്ചാരികൾക്ക് ആസ്വദിക്കാൻ കഴിയും. കാരണം ഇത്രയും നീളം കായലിന് കുറുകെ ഇത്രയും നീളം സഞ്ചരിക്കാൻ വാഹനങ്ങളിലൂടെ സാധിക്കുമെന്നുള്ളത് മനോഹരമാണ്. അതിനപ്പുറം രണ്ടു ഭാഗങ്ങളിലുമുള്ള കാഴ്ച, ഇത് ചെന്നെത്തുന്ന മറ്റൊരു ദ്വീപ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മനോഹരമായ ദ്വീപാണ്. ഇടവഴികളുണ്ട്, ചെറിയ കുളങ്ങൾ, അമ്പലങ്ങൾ, അങ്ങനെ ഒരു തനി നാടൻ പ്രദേശം. നമ്മളൊക്കെ തന്നെ മനസ്സിൽ കണ്ടുവച്ചൊരു നാടൻ പ്രദേശം എങ്ങനെയാണോ ആ രീതിയിലൊരു കേരളത്തിന്റെ തനിമയുള്ളൊരു നാടൻ പ്രദേശത്തേക്കാണ് ഈ പാലം ചെന്നെത്തുന്നത്. അതുകൊണ്ട് തന്നെ പാലം വരുന്നത് കൊണ്ട് വിനോദസഞ്ചാരത്തിനും ഒപ്പം ഈ ദ്വീപുകാർക്കും വലിയ ആശ്വാസകരമാകും എന്നുള്ളതാണ്. സൂപ്പറായിട്ട്